ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ബീഫ് ഡ്രൈ ചില്ലി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റിൽ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് എന്തായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് എല്ലില്ലാത്ത ബീഫ് വേണം ഇതിന് യൂസാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല കട്ട് ചെയ്യാത്ത ചെറുതായിട്ട് കട്ട് ചെയ്യാത്ത ബീഫ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര വലുതായിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷെല്ലാം ചെയ്തിട്ട് നമുക്കിത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കുക്കറിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 10-12 വിസിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനൊരു 13ഓളം വിസിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വേവില്ല ബീഫായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ച് ഉടഞ്ഞു പോകരുത്. കുറച്ച് ഒന്ന് പകുതിയോളം വേവാവണം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കുക്കറിൽ നിന്ന് എടുത്തിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കി വന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, വേവിച്ച വെള്ളം, അത് കളയണ്ട കേട്ടോ. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞിട്ടാകുമ്പം ഇതേപോലെ സ്റ്റിക്കായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നല്ല അടിപൊളി ചില്ലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള ഒരു കുറച്ച് വീതിയുള്ള പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഒരു 2-3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, നേരത്തെ ബീഫിൻ്റെ വെള്ളം, ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വേവിച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് കെയർ ചെയ്യണം. കാരണം വെച്ചാൽ ബീഫ് പൊടിഞ്ഞു പോകാണ്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സെറ്റെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇത് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. ഇനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ആക്കേണ്ടത്. എന്നാലേ നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് ചില്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്
പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറേ സമയത്ത് വേവിക്കാനൊന്നുമില്ല, കാരണം നമ്മുടെ ബീഫ് ഒന്നാമത് വെന്തിട്ടുള്ള ബീഫാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ആ പുറത്തുള്ള മസാല ഒന്ന് കുക്കായി വരികയേ വേണ്ടൂ. അപ്പോൾ 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഉണ്ടല്ലോ അത് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇട്ട പാടന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ, എന്നാലേ ആ പച്ചമുളകിൻ്റെ കറിവേപ്പിലിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവർ ആ ബീഫിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറായിട്ട് വരുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓവർ കളറാക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ബീഫ് ചില്ലി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പം തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റവും കൂടിയാണ്. കാരണം വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഒരിക്കൽ ബീഫ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടി അറിയിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.